അവധിയിൽ പോയതാണ്. ഈ മുൻ MLA പ്രേരണ കാരണം വിപിനെ തിരിച്ചു കൊണ്ടുവന്നിട്ട് സുഗതനെ കാപ്പ കേസിൽ പെടുത്തുവാനുള്ള ഒരു പരിശ്രമം നടത്താൻ വേണ്ടിയാണ് കൊണ്ടുവന്നത്. നിങ്ങൾ അന്വേഷിച്ചു നോക്കും, നിങ്ങൾ അന്വേഷിച്ചു നോക്കൂ. LDF MLA ആണ്, LDF MLA ആണ്, മുൻ MLA ആണ്. നിങ്ങൾ അന്വേഷിച്ചു നോക്കുക. അതിനുശേഷം ഞാനിപ്പോൾ ഒരു ദിവസം ഈ വിഷയത്തിൽ അതാ ഇത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് പുതിയ ഗവൺമെൻറ് വരുന്നതിന് മുമ്പ് നടന്ന സംഭവങ്ങളാണ് ആദ്യഘട്ടം. ഇപ്പോൾ പുതിയ ഗവൺമെൻറ് ചുരുക്കം ദിവസങ്ങളിലേ ആയുള്ളൂ. പക്ഷേ ഞാനീ പറഞ്ഞ കാര്യങ്ങൾ നടന്നത് പുതിയ ഗവൺമെൻറ് വരുന്നതിന് മുൻപുള്ള കാര്യങ്ങളാണ്. വട്ടിയൂർക്കാവ് സംഭവമൊക്കെ ഉണ്ടായത് പുതിയ ഗവൺമെൻറ് സമയത്തല്ലല്ലോ, തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിരുന്ന സമയത്താണല്ലോ. പുതിയ ഗവൺമെൻറ് സത്യപ്രതിജ്ഞ ചെയ്യുന്നതിന് മുൻപ് നടന്ന കാര്യങ്ങളാണ് ആദ്യഘട്ടമുണ്ടായത്. ഞാൻ മാധ്യമങ്ങൾ ഇനിയും കാണുന്നുണ്ടല്ലോ. ഈ വിഷയം ഇവിടെ അവസാനിക്കാൻ പോകുന്നില്ലല്ലോ. ആ സമയത്തുണ്ടായിരുന്നു, ഇത് നടന്ന സമയത്തുണ്ടായിരുന്നു. ആദ്യം തിരുവനന്തപുരത്തുള്ള മാധ്യമങ്ങൾ, ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് തിരുവനന്തപുരത്ത് നിങ്ങളുടെ സഹപ്രവർത്തകരോട് പറഞ്ഞിട്ട് ഇത്തരത്തിലൊരു മുൻ MLA സിറ്റി പോലീസ് കമ്മീഷണറുടെ ഓഫീസുമായി ബന്ധപ്പെട്ട് വിപിനെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി ഈ ക്രിമിനൽ മാനസികാവസ്ഥയുള്ള പോലീസ് ഉദ്യോഗസ്ഥനെ ലീവ് ക്യാൻസൽ ചെയ്യിപ്പിച്ച് തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി പ്രേരണ ചെലുത്തിയിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അവധിയിൽ പോയ പോലീസ് ഉദ്യോഗസ്ഥൻ തിരിച്ചു വന്നത്. അദ്ദേഹം സുഗതൻ എന്ന് പറയുന്ന കൗൺസിലർക്ക് ഒരു തരത്തിലുള്ള പ്രശ്നമില്ലാന്നാണോ അങ്ങ് വാദിക്കുന്നത്? താങ്കൾ ഉദ്ദേശിക്കുന്ന ഏത് തരത്തിലുള്ള പ്രശ്നമാണെന്ന് എനിക്കറിയില്ല. ക്രിമിനൽ പശ്ചാത്തലം ഒന്നും ഇല്ലാന്നാണോ അങ്ങ് പറയുന്നത്? 100 കണക്കിന് ക്രിമിനൽ കേസുകൾ പ്രതിയായിട്ടുള്ള വ്യക്തിയാണ് ഞാൻ. ഞാൻ പറയട്ടെ, ഞാനൊന്ന് പറയട്ടെ സുഹൃത്തെ, കാപ്പ കേസ് ഒരു പൊളിറ്റിക്കൽ ലീഡർഷിപ്പ്, ഭരിക്കുന്ന നേതൃത്വം വിചാരിച്ചു കഴിഞ്ഞാൽ ഒരു വ്യക്തിയെ കാപ്പ കേസിൽ പെടുത്തുവാനുള്ള സാഹചര്യമൊക്കെ ഉണ്ടാക്കാൻ സാധിക്കും. കാപ്പ കേസിൽ പെടുത്തണോ വേണ്ടെന്നുള്ളത് ഉദ്ദേശിക്കുന്നത് ജില്ലാ ഭരണകൂടമാണ്. അതിന് ഒരുപാട് പ്രൊസീജിയർ ഫോർമാലിറ്റീസ് ഉണ്ട്. സുഗതനെ കാപ്പ കേസിൽ പെടുത്തിയിട്ടുള്ള രേഖ അങ്ങടയിലുണ്ടോ? കാപ്പ കേസിൽ ഒരു വ്യക്തിയെ പെടുത്തുന്നതിന് മുൻപ് പാലിക്കേണ്ട ഫോർമാലിറ്റീസ്, നടപടിക്രമങ്ങൾ പാലിച്ചതിൻ്റെ രേഖ ആദ്യ രേഖയിലുണ്ടോ? കാണിക്കും. അതിനുശേഷം ഞാൻ അതിന് മറുപടി പറയാം. അതെല്ലാം തെളിയിക്കപ്പെടേണ്ട കോടതിയല്ലേ സുഹൃത്തെ. ഇപ്പോൾ ക്രിമിനൽ കേസിൽ ബഹുമാനപ്പെട്ട മുൻ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനെതിരെയുള്ള ക്രിമിനൽ കേസ് എന്തായിരുന്നു? ഇന്ന് കേരളത്തിൻ്റെ ഭരണത്തിന് നേതൃത്വം കൊടുക്കുന്ന നേതാക്കന്മാർക്ക്, രാജ്യത്തിൻ്റെ ഭരണത്തിന് നേതൃത്വം കൊടുക്കുന്ന നേതാക്കന്മാർക്ക്, തിരുവനന്തപുരം കോർപ്പറേഷനിലെ ഭരണത്തിന് നേതൃത്വം കൊടുക്കുന്ന നേതാക്കന്മാർക്ക്, സ്ത്രീകൾക്കും പുരുഷന്മാർക്ക് ക്രിമിനൽ കേസ് ഇല്ലേ? എനിക്കില്ലേ ക്രിമിനൽ കേസ്? ഞാൻ ജയിലിൽ കിടന്നിട്ടില്ലേ എന്ന് വെച്ചിട്ട് അവരെയൊക്കെ സുഗതൻ സമരത്തിന്റെ ഭാഗമായിട്ട് എത്ര സമരം ചെയ്തിട്ടുണ്ട്? സുഗതൻ, ഞാൻ ചോദിക്കട്ടെ, ഞാൻ പറയട്ടെ, ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ. അല്ല, പോലീസിനെ ഞാൻ മർദ്ദിച്ചെന്ന് പറഞ്ഞ് കേസെടുത്തിട്ടുണ്ട് എനിക്കെതിരെ. സുഗതൻ പൊതുസമൂഹത്തിന്റെ മുൻപിൽ വട്ടിയൂർക്കാവ് സർക്കിൾ ഇൻസ്പെക്ടർ പറയുന്നതാണോ പൊതുജനം പറയുന്നതാണോ ശരി? സുഗതൻ നിരവധി വർഷം കൊണ്ട് CPM മാത്രം ജയിച്ചുകൊണ്ടിരുന്ന വാർഡിൽ നിന്നും ജയിച്ചത് ജനങ്ങൾക്ക് രാഷ്ട്രീയ വിവേചനമുള്ള ബുദ്ധിയുള്ളതുകൊണ്ടല്ലേ ജനങ്ങളെ തെരഞ്ഞെടുത്തത്. ഞാൻ ചോദിക്കട്ടെ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ. അല്ലല്ലോ പോലീസ് ഉദ്യോഗസ്ഥനെ അങ്ങനെ നിങ്ങൾ മാധ്യമ പ്രവർത്തകർ തെറ്റിദ്ധരിപ്പിക്കരുത്. കാരണം പോലീസ് ഉദ്യോഗസ്ഥനോട് അദ്ദേഹം പറയുന്നത് എന്താണ്? സുഗതൻ പറയുന്നതാണ്, ഞാൻ കേട്ടതാ. ഞാനിപ്പോൾ രാവിലെ 6 മണിക്കല്ലല്ലോ പത്രസമ്മേളനം നടത്തുന്നത്. ഇന്നലെ രാത്രി ഇന്നുമായി എല്ലാ മാധ്യമങ്ങളിലൂടെ വന്ന വാർത്ത, ഞാനിപ്പോൾ തിരുവനന്തപുരത്ത് ഇല്ലെങ്കിലും എല്ലാ വാർത്തകളും കണ്ട് അവിടെയുള്ള കിട്ടാവുന്ന എല്ലാ സ്ഥലത്തും ഇൻഫർമേഷൻ എടുത്തതിന് ശേഷമാണ് നിങ്ങളെ കാണുന്നത്. സുഗതൻ പോലീസ് ഉദ്യോഗസ്ഥനോട് പറഞ്ഞത് എന്താണ്? സാർ, ഞാൻ മാധ്യമങ്ങളോടാണ് സംസാരിക്കുന്നത്, ഞാൻ തിരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധിയാണ്, എൻ്റെ വീട്ടിൽ കയറി വെടിവെച്ച് പിടിക്കേണ്ട യാതൊരു സാഹചര്യവുമില്ല, ഞാൻ കാപ്പ കേസിൽ പ്രതിയല്ല എന്നല്ലേ പറയുന്നത്. ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ ആക്രമിച്ചിട്ടില്ല. പക്ഷേ നിങ്ങളൊന്ന് പരിശോധിച്ച് നോക്ക്, സുഗതൻ്റെ ഉടുപ്പിൻ്റെ പുറകിൽ, കഴുത്തിൻ്റെ പുറകിൽ ഞാൻ മാധ്യമങ്ങളിലൂടെ കണ്ടതാണ്, പാടുണ്ട്, ചുവന്ന പാടുണ്ട്. അദ്ദേഹത്തിൻ്റെ മുഖത്ത് മുഴുവനും അദ്ദേഹത്തിന് തല്ല് കിട്ടിയ വീക്കമുണ്ട്. അദ്ദേഹത്തിൻ്റെ ഭാര്യ ആശുപത്രിയിലാണ്. ഒരു ഹൈക്കോടതിയെ പരിഗണനയിൽ കേസിരിക്കുമ്പോൾ ഒരു ജനപ്രതിനിധിയെ തോക്ക് ചൂണ്ടി അല്ലെങ്കിൽ ആകാശത്തേക്ക് വെടിവെച്ച് 14 വയസ്സുള്ള മകൻ്റെ മുഖത്തേക്ക് തോക്ക് ചൂണ്ടി അറസ്റ്റ് ചെയ്യേണ്ട എന്ത് സാഹചര്യമാണ് വട്ടിയൂർക്കാവിലുള്ളത്? ഈ കാപ്പ കേസ് എന്ന് പറയുന്ന പോലീസ് ഉദ്യോഗസ്ഥനെ നിങ്ങളിപ്പോൾ പോയി ചോദിക്കണം. സുഗതൻ കാപ്പ കേസിൽ പ്രതിയാണ് എന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു രേഖ പുറത്ത് കാണിക്കണം. അല്ലെങ്കിൽ അദ്ദേഹത്തെ കാപ്പ കേസിൽ പെടുത്തുന്നതിന് മുമ്പ് നടത്തിയ നടപടിക്രമങ്ങളുടെ രേഖകൾ പുറത്ത് കാണിക്കണം. ഒരു ക്രിമിനൽ മാനസികാവസ്ഥയുള്ള പോലീസ് ഉദ്യോഗസ്ഥൻ വന്നിട്ട് ഇദ്ദേഹം കാപ്പ കേസിൽ പ്രതിയാണെന്ന് പറഞ്ഞാൽ അങ്ങനെ അങ്ങ് വഹിച്ചു കൊടുക്കാനാണ് ഞങ്ങളൊക്കെ ഇവിടെ ഇരിക്കുന്നത്? അങ്ങനെ വഹിച്ചു കൊടുക്കാനാണ് ഇവിടെ നിയമവും? അല്ല, തീർച്ചയായിട്ടും BJPയുടെ ഭാഗം BJPയുടെ ജില്ലാധ്യക്ഷൻ പറയും. ഞാൻ ജില്ലാധ്യക്ഷനുമായിട്ടും ജനറൽ സെക്രട്ടറിയുമായിട്ടൊക്കെ സംസാരിച്ചു. പാർട്ടിയുടെ നിലപാട് പാർട്ടി തിരുവനന്തപുരത്ത് പറയും. മേയർ എന്നുള്ള നിലയ്ക്ക് കൗൺസിലർമാരെ ഇത്തരത്തിൽ അന്യായമായി ദ്രോഹിക്കുന്നതിനെതിരായുള്ള ശക്തമായ നിലപാട് സ്വീകരിക്കും. അത് ആ കൗൺസിലിനുള്ള 101 കൗൺസിലർമാരിൽ ആരെയായാലും അനാവശ്യമായി അന്യായമായി പോലീസ് ഉദ്യോഗസ്ഥർ വേട്ടയാടാൻ ശ്രമിക്കുകയാണെന്നുണ്ടെങ്കിൽ ശക്തമായ നിയമപരമായും രാഷ്ട്രീയമായുള്ള പ്രതിരോധം തീർക്കുവാൻ വേണ്ടി മേയർ എന്നുള്ള നിലയ്ക്ക് ഞാൻ പ്രതിജ്ഞാബദ്ധനാണ്.
ഇതിന്റെ പിന്നിലെ ലക്ഷ്യം എന്താണെന്നാണ് അത് പറയാം. ഭരണസമിതിയെ അസ്ഥിരപ്പെടുത്തുക എന്നുള്ള ലക്ഷ്യം ഇതിന് പിന്നിലുണ്ടോ? അതായത് അതിൽ കറക്റ്റ് ചോദ്യം ചോദിച്ചു. ഇപ്പോൾ ഈ CPM കേരളം ഭരിച്ചിരുന്ന സമയത്ത് ആദ്യം എന്താണ് സംഭവിച്ചത്? തെരഞ്ഞെടുപ്പ് നമുക്ക് കുറച്ച് പുറകെ, ഞാനിതൊന്നും പറയണ്ട എന്ന് കരുതിയാണ്. തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് വന്നു. തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് വന്നപ്പോൾ കണ്ട ഏറ്റവും അപഹാസ്യമായ കാഴ്ച എന്താണെന്നറിയാമോ? തിരുവനന്തപുരം കോർപ്പറേഷനിലേക്ക് വിജയിച്ച ഒരു സ്വതന്ത്ര കൗൺസിലറെ, CPMനെതിരായി മത്സരിച്ച് വിജയിച്ച ഒരു സ്വതന്ത്ര കൗൺസിലറെ നാമനിർദ്ദേശ പത്രികയുടെ സൂക്ഷ്മ പരിശോധന നടന്നപ്പോഴേക്കും CPM ശക്തമായിട്ട് ശാരീരികമായിട്ട് ആക്രമിച്ച ഒരു സ്വതന്ത്ര കൗൺസിലർ അദ്ദേഹം ജയിച്ചു വന്നു. അദ്ദേഹത്തെ സംസ്ഥാന മന്ത്രിസഭയിലെ ഒരു മന്ത്രി സ്വന്തം വീട്ടിലേക്ക് വിളിച്ചു വരുത്തുന്നു. ഫലം എണ്ണിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. വിളിച്ചു വരുത്തിയിട്ട് എന്താ പറഞ്ഞത്? മാധ്യമങ്ങളിൽ നിന്ന് ഞാൻ അറിഞ്ഞതനുസരിച്ച്, അദ്ദേഹം എന്നോട് പറഞ്ഞിട്ടില്ല, മാധ്യമങ്ങളിൽ നിന്നും കേട്ടതനുസരിച്ച് താങ്കൾ മേയർ ആയിക്കോളൂ, ഞാൻ UDFുമായിട്ട് സംസാരിക്കാം, ഞങ്ങളുടെ കൗൺസിലർമാരുടെ പിന്തുണയും തരാം, താങ്കൾ മേയർ ആയിക്കോളൂ എന്നൊരു മുൻ മന്ത്രി തന്നെ, അന്ന് അദ്ദേഹം മന്ത്രിയാണ്, ഇപ്പം മുൻ മന്ത്രി, അദ്ദേഹം തന്നെ വിളിച്ചിരുത്തി പറയുന്ന ഒരു അപഹാസ്യമായ കാഴ്ചയാണ് അന്ന് കണ്ടത്. ഈ അദ്ദേഹത്തോട് മേയർ ആയിക്കോളൂ എന്ന് പറയുന്നത് മാധ്യമ വാർത്ത എന്നാണ് ഞാൻ അറിഞ്ഞത്. അദ്ദേഹം എന്നോട് പറഞ്ഞിട്ടില്ല, മറ്റാരും വ്യക്തിപരമായിട്ടും പറഞ്ഞിട്ടില്ല. മാധ്യമ വാർത്തകൾ വിശ്വസിക്കാമെങ്കിൽ അതാണ് പറഞ്ഞത്. ഞാൻ ചോദിച്ചോട്ടെ, തിരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് വരുന്നതിന് മുമ്പ് 24 മണിക്കൂർ പോലും പൂർത്തിയാകുന്നതിന് മുമ്പ് ഇങ്ങനെ നിലപാടെടുത്ത് തിരുവനന്തപുരം കോർപ്പറേഷൻ കൗൺസിൽ സുഗതന്റെ അറസ്റ്റുമായി ബന്ധപ്പെട്ട് പോലീസിന്റെ നടപടിക്കെതിരെ ഇപ്പോൾ മേയർ രംഗത്ത് വരികയാണ്. മുൻ CPIM MLAയ്ക്കും വിമർശനമുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.